വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് റെസിപ്പിയാണ്. അതായത് ഹോം മെയ്ഡ് ഗ്രീൻ ചില്ലി സോസ്. നമുക്ക് പല റെസിപ്പീസിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ആവശ്യമാണ് അല്ലേ? ഗ്രീൻ ചില്ലി സോസ് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ റെഡ് ചില്ലി സോസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ന് മെയിനായിട്ട് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എപ്പിസോഡ്സിൽ ചില റെസിപ്പീസിൽ നമുക്കിത് ചില്ലി സോസ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇഷ്ടമല്ല, പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള കാരണം പേടിയാണ്, അത് നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരി, നിങ്ങൾക്കിപ്പോൾ ഹോം മെയ്ഡ് ചില്ലി സോസിൻ്റെ റെസിപ്പി തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചില്ലി സോസ് ഉപയോഗിക്കുന്ന അത്രയും സമയം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ വാലിഡിറ്റി ഉണ്ടാവും തോന്നുന്നു അല്ലേ? പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച മേലെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിനീഗർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ പ്രിസർവേറ്റീവ് ആയിട്ട്. അപ്പോൾ മാക്സിമം ചെറിയൊരു കാലയളവിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഈ റെസിപ്പി, ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത ബാച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ചെറിയ അളവിൽ എപ്പോഴും ഉണ്ടാക്കി വെക്കുക, അല്ലാതെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കളഞ്ഞിട്ട് കാര്യമില്ല, വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോസ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ഗ്രീൻ ചില്ലി സോസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ചില്ലി എടുത്തിട്ടുണ്ട്. അതായത് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഈ ഞെട്ടിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വലുതാണെങ്കിലും ഉപയോഗിക്കാം, ചെറുതാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സാധാരണ രീതിയിലുള്ള പച്ചമുളക് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 50 എണ്ണം ഉണ്ട് ഇത്. പക്ഷേ എണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ പച്ചമുളകിൻ്റെ എരിവനുസരിച്ചും വലിപ്പമൊക്കെ അനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരും. അപ്പോൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 100 ഗ്രാം. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു 5 വലിയ അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നാടൻ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 10 അല്ലി വരെ ആവാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ്, അതുപോലെ തന്നെ അല്പം മല്ലിപ്പൊടി, അല്ലെങ്കിൽ മല്ലി മൊത്തത്തിലുള്ള മല്ലി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഞ്ചസാര, ഉപ്പ്, വിനീഗർ, വെള്ളം. ഇത്രയാണ് നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സോസാണ് കേട്ടോ. അല്ലാണ്ട് ഇതിപ്പോൾ ഇത് കടയിൽ വാങ്ങിക്കുന്ന സോസ് ഇതുപോലെയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഉണ്ടാക്കി നോക്കി ഫസ്റ്റിലായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് പല റെസിപ്പീസിലേക്കും ചില്ലി സോസ് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ശുദ്ധമായിട്ടുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാൻ പറ്റും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം, അരിയാതെ ഇട്ട് കൊടുക്കാം. വലിയ ജാറായതുകൊണ്ട് ഞാൻ അരിയുന്നില്ല. അതേസമയം ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് നന്നായി വാഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഓരോരുത്തരും ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിതിൽ ഇഞ്ചി ചേർക്കാറില്ല, ചിലർ ഇഞ്ചി ചേർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പക്ഷേ ഞാൻ ഉണ്ടാക്കി പല ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയതിൽ വെച്ചിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈവൻ ജാനാണെങ്കിലും. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഇനി ഒരു അല്പം, ഒരു നുള്ളു മാത്രം മതി, ഓവർ ആവാൻ പാടില്ല, ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അല്പം മല്ലിപ്പൊടി, ഒരു നുള്ളു മാത്രം മതി. മല്ലിപ്പൊടി താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട, പക്ഷേ ഒരു നുള്ളു ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു അല്പം ഉലുവ ചേർക്കുകയാണ്. ഒരു നുള്ളു പോലും ഇല്ല കേട്ടോ, ഒരു 10 മണി ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് പിന്നെ നമുക്കിപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. ഇനി ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. പിന്നെ നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ്. അത് ഏത് വിനീഗർ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിപ്പോൾ സിന്തറ്റിക് വിനീഗറാണ് ഉപയോഗിക്കുന്നത്. അത് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർക്കാം. ഇപ്പോൾ അരയ്ക്കുമ്പോൾ വിനീഗർ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതിലേക്ക് ഞാൻ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, 1 ഗ്ലാസ് കേട്ടോ. വല്ലാണ്ട് തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. ഇതേ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പച്ച ടേസ്റ്റ്, റോ ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ്പാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് ഓൺ ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏതോ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂണോളം മതിയാകുകയും ഇത്രമാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ മിക്സി തുറന്ന വശം തന്നെ അങ്ങ് മണപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ചുമക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്ത് ഒരു പകുതി കുക്കാവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാൻ. വിനീഗർ നന്നായിട്ട് ഇതിൽ കിടന്ന് കുക്കാവണം കേട്ടോ. ഒരുപാട് വിനീഗറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയ പുളിപ്പ് ആവശ്യമാണ്. ഇതിലിപ്പോൾ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ആയിരുന്നു ചേർക്കാത്തത് കൊണ്ട് നമ്മൾ വിനീഗർ ചേർക്കുന്നതാണ്. കാരണം അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, ഇത് നന്നായിട്ട് കുറച്ചും കൂടെ തിക്കായിട്ട് മാറണം. അപ്പോൾ ഇതിൽ കിടന്ന് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ സമയമാകുമ്പോഴേക്കിനും നന്നായി കുക്കാകുമ്പോഴേക്കിനും ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി കിട്ടും. നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു വല്ലാത്തൊരു കുത്തുമണ്ണ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഒരുപാട് ദിവസം ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഹോം മെയ്ഡാണ്, വേറെ പുറത്തുനിന്നുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ലാത്തത് കൊണ്ട് മാക്സിമം 2 ആഴ്ചയൊക്കെ എടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. കാരണം കൂടുതൽ ദിവസം എടുത്ത് വെക്കാനൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഈ കൺസിസ്റ്റൻസി ഇപ്പോൾ വെറും വെള്ളം പോലെ ഇരിക്കുന്ന കൺസിസ്റ്റൻസിന് നമുക്ക് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് മാറ്റണം കേട്ടോ. ചില വീഡിയോസൊക്കെ ഞാൻ നോർത്ത് ഇന്ത്യൻ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ സവാളയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ചിലവർ ആദ്യം ഇത് കുക്ക് ചെയ്തിട്ട്, അതായത് ഈ പച്ചമുളകും എല്ലാം കൂടി ആദ്യം കുക്ക് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയാണ് തോന്നിയത്. ജാനും പറഞ്ഞു തന്നെ മതിയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചില്ലി പേസ്റ്റിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ സ്മെല്ലൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡായിട്ടുള്ള സംഭവം, അത്ര ഉദ്ദേശം മതി. കാരണം ഞാനിതിപ്പോൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ ചില്ലി പേസ്റ്റിൻ്റെ ആവശ്യം വരും, ചില്ലി സോസിൻ്റെ ആവശ്യം ഉണ്ടാവും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ലത് വീട്ടിൽ ഇത് ഉണ്ടാക്കി ഓൾറെഡി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പിക്ക് അത് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. നല്ല പച്ച കളറാണ് ഇപ്പോൾ ഉള്ളത്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ എൻ്റെ. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വറ്റി കിട്ടും, പക്ഷേ ശരിയായ രീതിയിൽ അത് കുക്കിംഗ് നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് പറ്റുന്നവരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മളിത് 5 മിനിറ്റോളം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വിനീഗറിന് പകരമായിട്ട് ഇതിൽ ചെറുനാരങ്ങ നീര് ചേർത്താൽ പറ്റില്ല കേട്ടോ. നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടല്ല വിനീഗർ ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രിസർവേറ്റീവ് ഏജൻ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കുറച്ചും കൂടെ നേരം കൂടെ നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പച്ചമുളക് സോസാന്ന് നിങ്ങൾ ഓർക്കണം, അല്ലാണ്ട് ഒരുപാട് അങ്ങ് വലിച്ച് കുടിക്കരുത് കേട്ടോ. പുളിയൊക്കെ മസാലായിട്ട് പുളിയായിട്ടുണ്ട്, എല്ലാം നല്ല രസമായിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റി കഴിഞ്ഞാൽ അടിപൊളിയാവും. ഒരു ഇച്ചിരി കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടെ ഒരു കുക്കാവാത്തതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമ്മളത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. പിന്നെ ഇരുന്ന് ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ സോസിൻ്റെ പരിവെത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. അത് വളരെ എളുപ്പമാണ്. എന്താ പറയുക, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചില്ലി സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള കടും പച്ച കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ആ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ അത്യാവശ്യം പാകത്തിനുള്ള തിക്നെസ് വരും. അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എരിവിനിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ല, കാരണം പച്ചമുളകിൻ്റെ നല്ല എരിവുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ കഴിച്ച് നോക്കട്ടെ. പക്കാന്ന് പറഞ്ഞാൽ പക്കയുണ്ട് കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ ഈ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഓക്കെ, ഇതേ തണുത്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് എനിക്ക് വിശക്കാൻ തുടങ്ങി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ 2 ആഴ്ചത്തോളം വെക്കാറുള്ളൂ കേട്ടോ. ഒരുപാട് സമയം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം ഒരുപാട് നാളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ആഴ്ചത്തോളം വെച്ചാൽ മതി. ഇത് കാരണം ഇത് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കുപ്പിയിലും അതുപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ചൊരു അളവ് കാണിച്ചിട്ടുള്ളൂ. വളരെ കൃത്യമായിട്ടൊരു അളവാണ്. ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അസലായിട്ടുള്ള ചില്ലി സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അതെ, നമ്മുടെ ചില്ലി സോസ് ഒഴിച്ചിട്ട് മുട്ട പുഴുങ്ങിയത് കഴിക്കുന്ന ജാൻ ജോഷി. നല്ല എരിവുണ്ട്. സാധാരണ റെസ്റ്റോറന്റിൽ നിന്നും കടയിൽ നിന്നും വാങ്ങിക്കുന്ന ചില്ലി സോസ് വരെയില്ല, കടാഹം കത്തിപ്പോവും. സംഭവം അടിപൊളിയായിട്ടില്ലേ? പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നന്നായിട്ടില്ലേ? വെറൈറ്റി ടേസ്റ്റാ, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് അല്ല. അപ്പോൾ
ജാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ്സ് തന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്റെ മോനും കഴിക്കാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ. നന്ദു കുറെ വർഷങ്ങൾക്ക് ശേഷം ഡേറ്റ്സ് വാങ്ങിക്കാറുണ്ട്, പക്ഷെ പ്രീമിയം ക്വാളിറ്റി ഡേറ്റ്സ് വല്ലപ്പോഴും വാങ്ങിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. Chocolate? No. No, Biscuits also. They are grown up people, so you know the gift. It's for gift. Yeah. എല്ലാവരും അവിടെ പോയി. Which movie are we going for, Atu? Which? Hidden World. എന്താണ് രണ്ടാമത്തെ സിനിമയാണ് വീക്കെൻഡിൽ. ഇന്നലെ ഒരു സിനിമ ഇന്നും കണ്ടു. ഇന്നലെ കാണാൻ പറ്റും സിനിമയ്ക്ക് വയ്യ. Atu ഈ സിനിമയ്ക്കാണ് പോകുന്നത്. ആണോ? ആത്ത് കുത്തി പിടിച്ച് കൊണ്ടതാണ് ഞങ്ങളൊക്കെ കാർട്ടൂൺ കാണിക്കാൻ. ഇതിന്റെ ആദ്യത്തെ പാട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിരുന്നല്ലേ? ഗള്ളി പോയി കണ്ടേ.